ബംഗാളിൽ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത രൂപത്തിൽ മമതാ ബാനർജി തകർന്നടിച്ചിരിക്കുകയാണ്. റീപോളിംഗ് നടന്ന മണ്ഡലത്തിലെ ഫലം പുറത്തു വന്നപ്പോൾ അവിടെയും ബി വെന്നിക്കൊടി പാറിച്ച കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടകൾ ഒന്നാകെ തകർത്തടിച്ചുകൊണ്ടാണ് ബി ബംഗാളിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചത്. എന്താണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ സംഭവിച്ചതെന്ന് നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ബംഗാളിൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ ബി കഴിഞ്ഞു. മറുഭാഗത്ത് പരമ്പരാഗതമായി ഈ തൃണമൂൽ കോൺഗ്രസിനും ദീദിക്കും ലഭിച്ചുകൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകൾ ഇത്തവണ CPM-നും കോൺഗ്രസിനുമായി വിഭജിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മമതയുടെ പരാജയത്തിന് ആക്കം കൂട്ടിയത്. BJP-യുടെ ഹിന്ദുത്വ നിലപാടാണ് ഒന്നാമത് മമതയുടെ അടിവേരക്കാനുള്ള കാരണമെങ്കിൽ രണ്ടാമത്തേത് മമതയുടെ അധികാര ധാർഷ്ട്യവും ധിക്കാരവും തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികളെ അവരുടെ പാർട്ടികൾക്ക്, അത് CPM-നും കോൺഗ്രസിനും RSPക്കും CPI-ക്കും BJP-ക്കും ഒന്നും തൃണമൂലിന്റെ തട്ടകത്തിൽ പാർട്ടി ഓഫീസുകൾ തുറക്കാൻ പോലും കഴിയാത്ത വിധം തൃണമൂൽ ഗുണ്ടകൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അത് മടുത്തിട്ടാണ് ആളുകൾ BJP-ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഇറങ്ങിയത്. 2011 അധികാരത്തിലേറിയ മമതാ ബാനർജി 15 വർഷക്കാലം ബംഗാളിനെ അടക്കി ഭരിക്കുമ്പോൾ മമതയുടെ ഗുണ്ടകൾ, തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ നാട്ടിലാകമാനം കലാപം അഴിച്ചുവിട്ട് രാഷ്ട്രീയ എതിരാളികളെ ആക്രമിച്ച് കൊലപ്പെടുത്തി അവരുടെ ഓഫീസുകൾ കയ്യേറി അവർക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത രൂപത്തിൽ തൃണമൂൽ ഗുണ്ടകൾ ബംഗാൾ അടക്കി ഭരിച്ചപ്പോൾ മമതാ ബാനർജി ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറായിരുന്നില്ല. ബംഗാളിന്റെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിട്ടും മമതാ ബാനർജി തൃണമൂൽ ഗുണ്ടകളെ തലോടുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. അവിടെയാണ് ആ സ്പേസിലേക്ക് BJP കടന്നു വരുന്നത്. മമത തന്റെ ഗുണ്ടകളെ ഇറക്കി എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ വേട്ടയാടുമ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടാത്ത തൃണമൂൽ കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഗുണ്ടാരാജും ജംഗിൾ രാജും ഇനി നടപ്പാക്കാൻ അനുവദിക്കില്ല. അങ്ങനെ നടപ്പാക്കാതിരിക്കണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്ന് സുവേന്ദു അധികാരിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബംഗാളിൽ സംഘടിപ്പിച്ച റാലികളിലും പൊതുസമ്മേളനങ്ങളിലും നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞപ്പോൾ ബംഗാളി ജനത അതിൽ നിന്ന് വീഴുകയും അതിൽ വീണുപോയിക്കൊണ്ട് അവർ തൃണമൂൽ കോൺഗ്രസിനെ മലർത്തിയടിച്ച ബംഗാളിൽ BJP-ക്ക് ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കി നൽകുകയും ചെയ്തു. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്കാണ് ബംഗാളിലെ ജനങ്ങൾ പോയത്. അവർക്ക് മമതാ ബാനർജിയുടെ ഗുണ്ടായിസം കണ്ടു മടുത്ത മമതാ ബാനർജിയെ ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ബംഗാളിൽ ഉയർന്നു വന്നപ്പോൾ അവർക്ക് BJP-ക്ക് വോട്ട് ചെയ്തു. ഇതാണ് ബംഗാളിൽ സംഭവിച്ചത്. ബംഗാളിൽ തീവ്ര ഹൈന്ദവ വികാരം കത്തിച്ചുകൊണ്ട് തന്നെയാണ് BJP വോട്ട് പിടിച്ചത്. മമതാ ബാനർജിയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നവരാണ്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആക്രമണം നടത്തിയാൽ, അവർ ഹൈന്ദവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ, അവർ ഹൈന്ദവരുടെ ആഘോഷങ്ങളിൽ ഘോഷയാത്രകൾ ആക്രമിച്ചാൽ ഇതിനൊന്നും മമതാ ബാനർജി അവർക്ക് കൂട്ടുനിൽക്കുകയാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ മമതാ ബാനർജി തയ്യാറാകുന്നില്ല എന്ന തരത്തിൽ പച്ചയായ വർഗീയ വിഷം തുപ്പിയാണ് BJP ബംഗാളിൽ അധികാരം പിടിച്ചെടുത്തത്. ഒരു ഭാഗത്ത് വർഗീയപരമായി ബംഗാളിനെ വിഭജിക്കാൻ BJP കഴിഞ്ഞു. എന്നാൽ മറുഭാഗത്ത് മമതയുടെ കൊട്ടേഷൻ സംഘങ്ങൾ, മമതയുടെ ഗുണ്ടാപ്പടകൾ നടത്തിയ അതിക്രമത്തിൽ മനം മടുത്ത തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ BJP-ക്ക് വോട്ട് ചെയ്തു. അതാണ് ഭവാനിപ്പൂരിൽ മമതയടക്കം പരാജയപ്പെടാനുണ്ടായ മൂല കാരണം. ഇനി ബംഗാൾ രാഷ്ട്രീയത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചു വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം കോൺഗ്രസും പിന്നീട് നീണ്ട 34 വർഷക്കാലം CPM-ഉം 15 വർഷം തൃണമൂൽ കോൺഗ്രസും ഭരിച്ച ബംഗാൾ ഇനി കാലങ്ങളേറെ BJP-യുടെ കയ്യിലായിരിക്കും. ബംഗാളിലേക്ക് അത്ര എളുപ്പത്തിൽ തൃണമൂൽ കോൺഗ്രസിന് തിരികെ വരാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് ബംഗാൾ ജനത വീഴുമ്പോൾ ഹൈന്ദവ മതത്തിന്റെ പേര് പറഞ്ഞ് മാത്രം ബംഗാളിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സുവേന്ദു അധികാരി തയ്യാറാവുകയാണ്. അദ്ദേഹത്തിന്റെ MLA-മാർ പറയുന്നു, ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അവർക്ക് യാതൊരു അധികാരവും ഞങ്ങൾ നൽകില്ല, അവർക്ക് യാതൊരു ആനുകൂല്യവും ഞങ്ങൾ നൽകില്ല എന്ന് അവർ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ BJP നടത്താൻ പോകുന്ന കിരാതഭരണം ഏത് രൂപത്തിലായിരിക്കും, അതോ മമതാ ബാനർജിക്കെതിരായ ജനരോഷം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന രൂപത്തിൽ ബംഗാളിൽ ഒരു മികച്ച ഭരണം കാഴ്ചവെക്കാൻ BJP-ക്ക് കഴിയുമെന്നത് കണ്ടറിയാം.